കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പല നേതാക്കളുമുള്ള ആ ഒരു നാട്ടിൽ നിന്ന് സുനിൽ കുമാർ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? അച്യുതാനന്ദ സഖാവിനെ കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ വലിയ അനുഭവം. ഞങ്ങളുടെ അടയ്ക്ക തുറന്ന കൊച്ചു ഗ്രാമത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. പുള്ളി ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അതൊക്കെ ഒരു സംഭവം തന്നെയാണ്. ഇനി അങ്ങനെ ഒരു നേതാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. എന്തെന്നാ പറയുക, ആരിലൊക്കെ അങ്ങനെ ജനിച്ചു വന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നു. VS 1000 സല്യൂട്ട്, രക്തപതാക സല്യൂട്ട്. അത്രേ ഉള്ളൂ. എന്നെ പറയാനില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. പറയാനുണ്ടായിരുന്നു. എന്ത് എന്നാ പറയാ, സുനിൽ കുമാറാണ് കണ്ണൂരിൽ നിന്നും. ഒത്തിരി വാക്കുകളുണ്ട് പറയാൻ. VS എന്ന ആ ഒരു മഹാകായന് വേണ്ടി പറയാൻ വാക്കുകൾ ഒത്തിരിയുണ്ട്, മനസ്സിലുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഈ വിയോഗ ദിനത്തിൽ ഒരിക്കൽ പോലും പറയാൻ സാധിക്കുന്നില്ല. വാക്കുകളെല്ലാം തന്നെ അർത്ഥശൂന്യമായി പോവുകയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് മുന്നിൽ എന്നാണ് സുനിൽ കണ്ണൂരിൽ നിന്നും നമ്മളോട് പങ്കുവെക്കുന്നത്. മറ്റൊരു അറിയിപ്പിലേക്കാണെങ്കിൽ VS അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി നേരത്തെ തന്നെ അദ്ദേഹം അവിടെ എത്തിയിരുന്നു. മുതിർന്ന നേതാക്കളടക്കം അദ്ദേഹത്തിന്റെ വസതിയിൽ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് അദ്ദേഹത്തിന്റെ ആലപ്പുഴയിലെ വസതിയിലേക്ക് എത്തിയിരുന്നു. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ കേരള വിഷൻ ന്യൂസിലൂടെ കണ്ടതാണ്. കുഞ്ഞുങ്ങളടക്കം ഈ പ്രായഭേദമന്യേ അവിടെ ആളുകൾ എത്തുന്നു. അത്തരത്തിൽ ഈ സഖാവ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന, ആളുകൾക്കിടയിൽ വളർന്ന, ആളുകളുടെ ഈ ജനങ്ങളുടെ ഒരു നേതാവായി വളർന്ന ഒരാളാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആ വിയോഗത്തിൽ പങ്കുചേരാൻ, ആ ദുഃഖം പങ്കുവെക്കുവാൻ ആയിരങ്ങൾ ഈ യാത്രയിൽ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടി നിൽക്കുന്നു. സമയത്തെ എല്ലാം തന്നെ നമുക്ക് മുന്നിൽ അപ്രത്യക്ഷമാക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വഴി നീളെ, പ്രത്യേകിച്ച് കോട്ടയം പോലുള്ള ഒരു ജില്ലയിൽ എത്തി നിൽക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് കൂടുതലായും ഈ രാഷ്ട്രീയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ആ രാഷ്ട്രീയത്തിന്റെ ആ എടുപ്പ് എന്തായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ആലംകോടാണ് ഈ വിലാപ യാത്ര എത്തിയിരിക്കുന്നത്. ആലംകോടിന്റെ പാതയുടെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങൾ എന്തൊക്കെയാണ് ഈ VSനോട് പറയാനായി അവസാനമായി ഒരു നോക്ക് കാണുമ്പോൾ എന്തെല്ലാമായിരിക്കും പറയാൻ വേണ്ടി ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ചേർത്തലയിൽ നിന്നും ബൈജു ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ ബൈജു, എങ്ങനെയാണ് ഈ ആലംകോടേക്ക് എത്തിയിരിക്കുന്നു VS അച്യുതാനന്ദന്റെ വിലാപ യാത്രയുമായി, എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സഖാവ് VS. സഖാവ് VSന്റെ പോരാട്ടം തന്നെ ഭരണകൂട ഭീകരതയ്ക്ക്, ആഡംബിത്വ വ്യവസ്ഥയ്ക്കെതിരെയും അതുപോലെ തന്നെ സമൂഹത്തിലെ കൂലി വർധനവ് ഉൾപ്പെടെയുള്ള സമസ്തമായിരുന്നു. ഇന്ന് കാണുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിഭിന്നമായി പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് സഖാവ് VS മുന്നോട്ട് പോയിട്ടുള്ളത്. അത് നമുക്ക് എന്നും നമ്മുടെ കേരളത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ചരിത്ര ലിപികളിൽ എഴുതി ചേർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സഖാവ് VS എന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ് ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ്. ശരിയാണ്, സഖാവ് എന്നും ജ്വലിക്കുന്ന ഒരു ഓർമ്മയാണ്. അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ ഇനിയും ആഴങ്ങളിലേക്ക് പതിയും. വരും തലമുറയ്ക്ക് അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം എന്തായിരുന്നു എന്നുള്ളതെല്ലാം ചൊല്ലി കൊടുക്കുവാൻ ഈ കാണുന്ന ജനങ്ങളുണ്ട്. അവരുടെ പുതുതലമുറയ്ക്ക് വേണ്ടി അവർ പറയും
എന്തായിരുന്നു VS അച്യുതാനന്ദൻ എന്നുള്ളത്. നിന്നും ബിജു ആണ് പ്രതികരിക്കുന്നത്. ബിജു, കൊല്ലത്ത് എത്തിയിരിക്കുന്നു. കൊല്ലത്ത് ബിജു, എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർക്കുന്നത്? കേരളാവിഷന് 1000 നന്ദി. കാരണം സഹാബിനെ ഞാൻ കാണുന്നത് ഇവിടുത്തെ സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്ഘാടനത്തിനാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കണ്ട് ഒരു സന്തോഷമായിട്ടാണ് സംഭവമാണ്. അച്യുതാനന്ദന്റെ മരണം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. പാവങ്ങളുടെ രാജാവായിരുന്നു. സഖാവ് അച്യുതാനന്ദൻ. രക്ത പുഷ്പാഞ്ജലി അർപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ കോട്ടയത്ത് ആലംകോടാണ് ഈ വിലാപ യാത്ര എത്തിയിരിക്കുന്നത്. ഇരുവശങ്ങളിലും, പാതയുടെ ഇരുവശങ്ങളിലും ആയിരങ്ങൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു. കൊല്ലത്ത് നിന്നും നീനു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി നീനു, VS അച്യുതാനന്ദന്റെ ഈ നിര്യാണത്തിൽ ഒരു യുഗാന്ത്യം എന്നേ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാനാകും. എങ്ങനെയാണ് ഈ സമര നായകനെ ഓർത്തെടുക്കുന്നത്? VS എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു അനിഷേധനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും ഒരു മനസ്സിന് അംഗീകരിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ളൊരു വിയോഗമാണ് അദ്ദേഹത്തിൻ്റെത്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെന്ന് പറയുമ്പോൾ ഇതുപോലൊരു നേതാവിനി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വളരെയേറെ സംശയമാണ്. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം നൽകിയ കാഴ്ചപ്പാടിലൂടെ ബാക്കിയുള്ളവരും ആ ഒരു കാഴ്ചപ്പാടിലൂടെ നടന്നു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറെ വിഷമത്തോടെ തന്നെ അദ്ദേഹത്തെ ഞങ്ങൾ സ്മരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറയാൻ വാക്കുകളില്ല. അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് വെച്ചാൽ സത്യം പറയാൻ നമുക്ക് വാക്കുകളില്ല. രാവിലെ മുതൽ നമ്മൾ കണ്ണീരോടെ അല്ലാതെ നമുക്ക് ആ വാർത്ത കാണാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെ അദ്ദേഹത്തിന് നമ്മൾ വിട നൽകും? അല്ലെങ്കിൽ ഇതുപോലൊരു അനിശ്ചിതനായ നേതാവ് ഇനി ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒരുപാടൊന്നും അദ്ദേഹത്തെ കുറിച്ച് ഒരു വിഷമത്തോടെ അല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയത്തില്ല. ഒരിക്കലും നമുക്ക് പറയാൻ കഴിയത്തില്ല. അപ്പം നമ്മൾ കണ്ടു വളർന്നൊരു മുഖം, അതായത് നമ്മൾ പണ്ടത്തെ കാലത്തൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നതിന് അദ്ദേഹത്തിലൂടെ തന്നെയാണ് ഞാനെന്ന് പറയുന്നൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പം വളരെയേറെ വിഷമമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒരു വ്യക്തി ഇല്ല. നമ്മളുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു വ്യക്തി ഇല്ല നമുക്ക്. അപ്പം ഇനി എന്ത് എന്നുള്ളത് ഏറെ വിഷമമുള്ളൊരു കാര്യമാണ് നമുക്ക്. അപ്പം നമ്മളെല്ലാവരെയും ഒരുപോലെ വിഷമിപ്പിക്കുന്നൊരു കാര്യമാണത്. അദ്ദേഹം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്ന ഓരോ സംഭാവനകളും ഓർക്കുമ്പോൾ തന്നെ നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരി എന്നതിൽ നമുക്ക് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരി എന്നല്ല കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പം ആ ഒരു യുഗം കഴിയുന്നു എന്നുള്ളത് നമുക്കിത് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പം രാവിലെ തൊട്ട് നമ്മൾ ന്യൂസ് കാണുന്നു, അത് കേൾക്കുന്നു, അത് വിങ്ങലോടെ അല്ലാതെ നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോഴും നമ്മൾ ഉറക്കം ഇല്ലാതെ തന്നെ നമ്മളെ വാർത്തകളും കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളും, അത് സുഖമില്ലാണ്ടായപ്പോൾ പോലും തന്നെയും അദ്ദേഹത്തിന് അത് സുഖം പ്രാപിച്ച് തിരിച്ചു വരണം. അതായത് രാഷ്ട്രീയത്തിലില്ലെങ്കിൽ പോലും അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി നമ്മളുടെ അടുത്ത് ഉണ്ടാവണമെന്ന് മാത്രമാണ് സത്യമല്ല ഞാനെന്നല്ല നമ്മളെപ്പോലുള്ള ഓരോ മനുഷ്യരും ആഗ്രഹിച്ചത്. അപ്പം ഈ ഒരു നിമിഷത്തിൽ എൻ്റെ പ്രിയ സഖാവിനെ ഞാൻ ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. അപ്പം തീർച്ചയായും VSനെ പോലെ VS മാത്രമാണുള്ളത്, അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ആരുമില്ലെന്ന് നീനു പറയുന്നു. ഷിബു വൈക്കത്ത് നിന്നും ചേരുന്നുണ്ട്. ഷിബു,
എങ്ങനെയാണ് VS എന്ന സമരനായകനെ നമുക്ക് ഓർത്തെടുക്കാനാവുക? ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് VS-നെ പോലുള്ള നേതാവിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. അവരുടെയൊക്കെ നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പോഴത്തെ പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് VS പടപൊരുതിയിട്ടുള്ള ഒരാളാണ്. പാർട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചിട്ടുള്ള ഒരു നേതാവാണ് VS. അദ്ദേഹം പട്ടിണിയുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അതേപോലെ തന്നെ ജനങ്ങളെ സേവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സഖാവ് VS. അദ്ദേഹത്തിന്റെ ഈ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തുന്നു. അഭിവാദ്യങ്ങൾ. ലാൽ സലാം സഖാവ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഇനി അദ്ദേഹം ഓർമ്മകളാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകയാണ്, അത് ഒരു വഴികാട്ടിയാണ് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു വെക്കുന്നു. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ രാവിലെ മുതൽ നമുക്ക് വരുന്ന കോളുകൾ, സന്ദേശങ്ങൾ എല്ലാം VS അച്യുതാനന്ദൻ എന്ന അച്ചുമാമനെ, VS എന്ന ആ രണ്ടക്ഷരത്തെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എത്രത്തോളമാണ് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് ആഴത്തിൽ പതിച്ചതെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അത്തരത്തിൽ ഓരോ ആളുകളും നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു വിങ്ങലോടെ അല്ലാതെ അല്ലെങ്കിൽ ഒരു തൊണ്ടയിടറാതെ VS എന്നുള്ള ആ ഒരു അക്ഷരം അവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് അതിൽ പ്രായമായവരുണ്ട്, പ്രായഭേദമന്യേ ആളുകളുണ്ട്. പലപ്പോഴും വിളിച്ചിട്ട് നമ്മളുടെ പ്രതികരണങ്ങൾ കിട്ടാതാകുമ്പോൾ പോലും ഈ കുഞ്ഞു കുട്ടികളടക്കം തന്നെ എനിക്കും ഇത്തരത്തിൽ VS അച്യുതാനന്ദനെ അല്ലെങ്കിൽ അച്ചുമാമനെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത്, അവരെ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴൊക്കെ തന്നെ അത്തരത്തിൽ എത്രത്തോളം ഈ ഒരു ജനനായകൻ ആളുകളുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചു. പ്രത്യേകിച്ച് ഈ VS അച്യുതാനന്ദൻ 101 വയസ്സിലാണ് ഈ നമ്മെ വിട്ട് പിരിയുന്നത്. ഈ ഒരു പ്രായത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ പകുതി പോലും ഇല്ലാത്ത ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നു. കണ്ണേ കരളെ VS-എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാ പൂവേ എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു മനുഷ്യൻ, പ്രത്യേകിച്ചും വിളിക്കുന്ന ആളുകളെല്ലാം പറയുന്നത് മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ, നല്ല മനുഷ്യൻ എന്ന് പറയുന്നു. ഇപ്പോൾ ഹനീഷ് കൊടുങ്ങല്ലൂർ ചേരുന്നു. ഹനീഷ്, എങ്ങനെയാണ് VS-നെ ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടില്ല. കാണാൻ പറ്റിയതിൽ ഭയങ്കര ദുഃഖമുണ്ട്. ജീവിതത്തിൽ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ആളാണ്. ഇപ്പൊ അദ്ദേഹം വിട്ടുപോയത് നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇപ്പൊ ആദരാഞ്ജലി അർപ്പിക്കുന്നവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കണം. കേൾക്കണ്ട? തീർച്ചയായും അത്തരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു വിയോഗം ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ വിയോഗം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ അദ്ദേഹത്തെ ഈ ഒരു അവസ്ഥയിൽ കാണാൻ സാധിക്കാത്ത വിധം ജനഹൃദയം പിടയുന്നു എന്നുള്ളത് തന്നെയാണ്. രാവിലെ മുതൽ നമുക്ക് വരുന്ന ഓരോരോ സന്ദേശങ്ങളിലും സഖാവ് VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് വരികയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ, നമ്മുടെ യൂട്യൂബ് അടക്കമുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ലാൽ സലാം സഖാവേ എന്ന് സുജേഷ് നന്നങ്ങാടി പറയുന്നു. അദ്ദേഹത്തിന് പ്രണാമം. ജനനായകന് വിട, ലാൽ സലാം സഖാവേ എന്ന് സുജേഷ് നന്നങ്ങാടി പറയുന്നു. ഒപ്പം തന്നെ ആദിത്യ രമേശ്, കണ്ണേ കരളെ VS-എ, കേരളം മനസ്സറിഞ്ഞ് കണ്ണേ കരളെ എന്ന് വിളിച്ച ജനകീയ നേതാവ്, അന്നും ഇന്നും എന്നും ഹൃദയപക്ഷത്ത് ലാൽ സലാം സഖാവേ എന്ന് പറയുന്നു. അങ്ങനെ അത്തരത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അടക്കം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച ആയിരങ്ങളാണ് നമുക്ക് സന്ദേശങ്ങൾ അയക്കുന്നത്.
അടുത്തത് നമ്മളോടൊപ്പം ചേർന്നു. ബിനു, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഈ ഒരു നിമിഷത്തിൽ VS അച്യുതാനന്ദനെ എങ്ങനെ ഓർക്കുന്നു? ഞാൻ തലവലപ്പറമ്പിൽ നിന്നാണ്, കോട്ടയം ജില്ലയിലെ തലവലപ്പറമ്പിൽ നിന്നാണ്. ഞാനൊരു അധ്യാപകനാണ്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ കോട്ടയം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും കൂടിയാണ്. തലകുനിക്കാത്ത വിപ്ലവ യൗവനം, മരണമില്ലാത്ത സമരങ്ങളുടെയും നിറവസന്തമായ സഖാവ് VS വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് അദ്ദേഹം വിട്ടുപിരിയുന്നില്ല. അദ്ദേഹം നമുക്ക് മുൻപിൽ ഉയർത്തിയ സമരങ്ങളും ത്യാഗങ്ങളും എന്നും കേരളം ഉള്ള കാലം വരെയും സ്മരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1964 നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന അദ്ദേഹത്തിന്റെ അവിരോചിതമായ ഇടപെടലിലൂടെ ഈ പാർട്ടി ഇത്രയും വളർന്ന് നാടിന് അഭിമാനമായി ഇന്നത്തെ ഈ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയായി മാറുവാൻ ഇതിന്റെ വളർച്ചയിൽ ഉടനീളം നമ്മെ മുൻപോട്ട് നയിച്ച സഖാവ് VSന്റെ കരുത്തും പാവങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം, വിശേഷിച്ച് സ്ത്രീകളോടുള്ള അനുകമ്പ, ഒപ്പം നമ്മുടെ കേരളത്തിന്റെ വളർച്ചയ്ക്കും അദ്ദേഹം തന്ന കരുത്തും അദ്ദേഹത്തിന്റെ ഊർജവും എന്നും കേരളമുള്ള കാലം വരെ നിലനിൽക്കും. അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കുമ്പോൾ VSന് സമം VS മാത്രം എന്ന് മാത്രം പറയാൻ അവസരം വിനിയോഗിക്കുകയാണ്. കേരള വിഷന് ഇങ്ങനെ അവസരം തന്നതിന് കൃത്യമായ നന്ദിയും അറിയിക്കുന്നു. ലാൽ സലാം. തീർച്ചയായും VS സമം VS, ഇത് ഈ കാണുന്ന ജനങ്ങളെല്ലാം പറയുന്ന ഒരേ ഒരു വാക്ക് VS സമം VS. അതെ, അത്തരത്തിൽ ജനങ്ങളെ പറയാൻ പ്രേരിപ്പിക്കുന്ന എന്താണ് VSനകത്ത് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ സമര നായകൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ സുരഭിയുണ്ട് നമ്മളോടൊപ്പം. ശ്രീമതി സുരഭി തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും VS അച്യുതാനന്ദൻ